പോസ്റ്റ്മാൻ്റെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലേക്കാണ്. വ്യത്യസ്തമായ സാമൂഹ്യ ഘടനയും ചരിത്രപരമായ സവിശേഷതകളുമുള്ള ഒരു പ്രദേശമാണ് കണ്ണൂർ. സാംസ്കാരിക തനിമ ഇത്രയേറെ കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു പ്രദേശവുമില്ല. കോലത്തിരിമാരും അറക്കൽ രാജാക്കന്മാരുമൊക്കെ നാടുവാണ സ്ഥലം കൂടിയാണ് കണ്ണൂർ. ടിപ്പുവിൻ്റെ പടയോട്ടത്തിനും കണ്ണൂർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതാണ് ചരിത്രസ്മൃതികൾ ഉറങ്ങുന്ന സെന്റ് ആഞ്ചലോസ് കോട്ട. ഇതാണ് പ്രശസ്തമായ പയ്യമ്പലം കടപ്പുറം. നാടുവാഴ്ത്തത്തിനെതിരെ ശബ്ദമുയർത്തി വീരമൃത്യു വരിച്ചവരും സ്വാതന്ത്ര്യ സമര സേനാനികളും കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവുമായ AKG മുതൽ മുൻ മുഖ്യമന്ത്രി നായനാർ വരെയുള്ള സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പയ്യമ്പലം ബീച്ച്. ഇത് ബീച്ചിനടുത്തുള്ള ലൈറ്റ് ഹൗസ്. മനോഹരമായ കടൽ കാഴ്ച. കണ്ണൂർ നഗരത്തിൽ നിന്ന് 55 കിലോമീറ്റർ മാറിയാണ് ഏഴിമല. 885 അടി ഉയരത്തിലാണ് ഏഴിമല സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമാണ് ഈ പ്രദേശം. മലയാള നിഘണ്ടു ഉണ്ടാക്കിയെടുത്ത റവറൻ ഹെർമൻ ഗുണ്ടർട്ടും കണ്ണൂരിലെ തലശ്ശേരിയിലാണ് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞിരുന്നത്. ഇത് കണ്ണൂർ കടൽപ്പാലം. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ്. ഇതാണ് ധർമ്മടം തുരുത്ത്. കാർഷികോത്സവങ്ങളുടെയും തെയ്യത്തിന്റെയും നാടാണ് കണ്ണൂർ. വർണ്ണവൈവിധ്യം നിറഞ്ഞ തെയ്യങ്ങളുടെ കളിയാട്ടം കണ്ണൂരിന് ഒഴിച്ചുകൂടാനാവാത്ത കാഴ്ചയാണ്. പോസ്റ്റ്മാൻ്റെ യാത്ര കണ്ടിട്ടായിരിക്കും നിങ്ങൾ ചിരിക്കുന്നത്. ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. മഴയായാലും വെയിലായാലും മഞ്ഞായാലും ശരി, മേൽവിലാസക്കാരനെ കണ്ടുപിടിച്ച് കത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോസ്റ്റ്മാൻ്റെ കടമ. യാത്ര ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഏത് മലമുകളിലാണെന്നുണ്ടെങ്കിലും മേൽവിലാസക്കാരനെ കണ്ടുപിടിച്ച് ഞാൻ വർഷങ്ങളായി കത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 1837 ഒക്ടോബർ 1-ാം തീയതിയാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് നിലവിൽ വന്നത്. അതിനു മുമ്പ് അഞ്ചലോട്ടമായിരുന്നു. ഒരു കേന്ദ്രത്തിൽ നിന്നും ഒരു മണിയും കിലുക്കിക്കൊണ്ട് അഞ്ചലോട്ടക്കാരൻ ഓടി അടുത്ത കേന്ദ്രത്തിൽ കൊണ്ട് കത്തുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അന്ന് സാധാരണക്കാരായ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കത്തൊന്നും കിട്ടുകയില്ല കേട്ടോ. വലിയ വലിയ വിശിഷ്ടാതിഥികൾക്ക്, വിശിഷ്ട വ്യക്തികൾക്ക്, അതായത് രാജാക്കന്മാർക്കും വൈസ്രോയിമാർക്കും ഒക്കെ കത്ത് കൊടുക്കുകയുള്ളൂ. പ്രതീക്ഷകളുടെ വഴിക്കണ്ണുമായി പോസ്റ്റ്മാനെയും കാത്തിരിക്കുന്ന ഒരുപാട് മേൽവിലാസക്കാരുണ്ട്. ജോലിക്ക് ഗൾഫിൽ പോയിരിക്കുന്ന ഭർത്താവിൻ്റെ കത്തും കാത്തിരിക്കുന്ന ഭാര്യ, കാശ്മീരിൽ മിലിറ്ററി സർവീസിന് പോയിരിക്കുന്ന മകൻ്റെ വിവരമറിയാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അച്ഛനമ്മമാണ്. ഇതിനിടയിൽ കാമുകിമാരുടെ കത്തും കാത്തിരിക്കുന്ന കാമുകന്മാരുമുണ്ട്. കാമുകൻ്റെ കത്തും കാത്തിരിക്കുന്ന കാമുകിമാരുമുണ്ട്. ഇവരുടെ എല്ലാം പ്രതീക്ഷകളാണ് കത്തിൻ്റെ രൂപത്തിൽ മേൽവിലാസക്കാരന് ഈ പോസ്റ്റ്മാൻ കൊടുക്കുന്നത്.
പോസ്റ്റ്മാൻ്റെ ഈ യാത്രയിൽ രസകരമായ ഒട്ടേറെ അനുഭവങ്ങൾക്ക് എനിക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്, സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്, സാക്ഷി പറയേണ്ടിയും വന്നിട്ടുണ്ട്. വിചിത്ര സ്വഭാവങ്ങളായ ഒരുപാട് മേൽവിലാസക്കാരനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ മേൽവിലാസക്കാർ ചിലപ്പോൾ വികാരിയച്ഛനാകാം, കള്ളനാകാം, കൊള്ളക്കാരനാകാം. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പല വ്യക്തികളുമായി എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചില മേൽവിലാസക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഒരു കാലത്ത് പച്ചപ്പ് തിങ്ങി നിറഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ കേരളം. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം. ഇന്ന് പച്ചപ്പ് എവിടെ? നമ്മുടെ വനങ്ങളെല്ലാം കാട്ടുകളന്മാർ കടന്നു കയറി വെട്ടി നശിപ്പിച്ചില്ലേ? മുൻവിധിയില്ലാത്ത കെട്ടിട നിർമ്മാണം, വയലുകൾ നികത്തുക, കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യർ നെട്ടോട്ട് ഓടുകയാണ്. പ്രകൃതിയെ സ്നേഹിക്കണമെന്നും പരിസ്ഥിതി സംരക്ഷിക്കണമെന്നും വാദോരാതെ പ്രസംഗിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും സെമിനാറുകളെയും നടത്തുകയും ചെയ്തിട്ട് വീട്ടിൽ പോയി വെറുതെ കുത്തിയിരിക്കുന്ന ആളുകൾ കണ്ടുപഠിക്കേണ്ട ഒരു മഹനീയ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മേൽവിലാസക്കാരൻ. പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണം, പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം എന്ന് സ്വയമായിട്ട് മനുഷ്യരെ കാട്ടിക്കൊടുക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ മേൽവിലാസക്കാരൻ. ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിലെ മുട്ടുകണ്ടി ഗ്രാമത്തിലേക്കാണ് പോസ്റ്റ്മാൻ്റെ യാത്ര. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏറെ ദൂരമൊന്നുമില്ല. യാത്രാ വഴിമധ്യേ ഒരു ചായ. വീണ്ടും യാത്ര. നമ്മുടെ വിലാസക്കാരന്റെ പേര് കല്ലേൽ പൊക്കൂടൻ എന്നാണ്. പൊക്കൂടേട്ടൻ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടന് താല്പര്യം. 1937 അരിങ്ങളയൻ ഗോവിന്ദൻ പറോട്ടിയുടെയും കല്ലേൽ വെള്ളച്ചിയുടെയും മൂന്നാമത്തെ മകനായി കണ്ണൂർ ജില്ലയിൽ ഏഴോം പഞ്ചായത്തിൽ എടക്കൽ തറയിൽ ജനിച്ചു. മനം മറഞ്ഞ മഴ ഒരു കെട്ടി പെയ്യരുതേ എൻ്റെ ഒരു മാരിമഴ ഒരിവാരി ഇയരുതേ കണ്ടൽ വനങ്ങളുടെ സംരക്ഷകനാണ് പൊക്കൂടേട്ടൻ. തീരപ്രദേശങ്ങളിലെ നിത്യഹരിത വനങ്ങളാണ് കണ്ടൽ ചെടികൾ. പുഴയും കടലും ചേരുന്നിടത്തുള്ള ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് ഇവ വളരുന്നത്. വേലിയേറ്റ സമയത്ത് വെള്ളം നിറഞ്ഞും വേലിയിറക്ക സമയത്ത് വെള്ളമില്ലാതെയും കിടക്കുന്ന ചതുപ്പ് നിലങ്ങളിലാണ് കണ്ടൽ കാടുകളുടെ വളർച്ച. നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഫലഭൂയിഷ്ടമായ എക്കലും കടലിൽ നിന്നും വേലിയേറ്റത്തിൽ ഒഴുകിയെത്തുന്ന ധാതു ലവണങ്ങളും കണ്ടൽ കാടുകളെ ഭൂമിയിലെ ഒന്നാന്തരം ജീവോത്പാദന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ഇങ്ങനെ ഭൂമിയുടെ ഏറ്റവും വിലപ്പെട്ട ജൈവ സമുച്ചയമാണ് കണ്ടൽ കാടുകൾ. അവയെ സംരക്ഷിക്കാനും നട്ടുപിടിപ്പിക്കാനുമാണ് നമ്മുടെ കഥാനായകൻ അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരിക്കുന്നത്.
ഇത് മുമ്പേ എനിക്ക് ഈ കണ്ടലായിട്ട് പരിചയം ഉണ്ടായിരുന്നു, നട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ പിന്നീട് ഉണ്ടാവുന്ന ആരും പറഞ്ഞു തന്നല്ല, ഞാനെല്ലാം അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയിട്ട് ചെയ്തു. അന്ന് ഈ കണ്ടലിനെ പറ്റി ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഞാൻ വെച്ചതെന്ന് വെച്ചാൽ കാറ്റ് തടയാൻ വേണ്ടി വെച്ചതാണ്. ഈ 1 കിലോമീറ്റർ വെച്ചെന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾ വരുന്നതുകൊണ്ട് അവർക്ക് കാറ്റ് തടയാൻ വേണ്ടി വെച്ചതാണ്. പിന്നീടാണ് ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ മനസ്സിലായി. 94 ആകുമ്പോഴേക്ക് ഇതിൻ്റെ ശാസ്ത്രജ്ഞന്മാരെല്ലാം നമ്മുടെ അടുത്ത് പലവട്ടം വന്നു, ഇതിനെപ്പറ്റി സംസാരിച്ചു. ലോകം മുഴുവനും മൊത്തത്തിൽ മനസ്സിലാക്കിയ കൂട്ടത്തിൽ മനുഷ്യൻ്റെ കൈ കൊണ്ട് വെച്ചത് പൂക്കടം മാത്രമാണെന്ന് അവരെന്നെ മനസ്സിലാക്കുന്നത്. പരീക്ഷണമൊക്കെ നടന്ന് അവർ വേറെ ആരും ഇങ്ങനെ കണ്ടൽ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി നോക്കിയ കൂട്ടത്തിൽ പൂക്കടം മാത്രമേ കണ്ടൽ വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കടപ്പുറത്തും പുഴക്കരക്കും എല്ലാ സ്ഥലത്തും മാഹിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സ്വന്തം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 500 ചില്ലാണ് ചെടി. മറ്റേ ഈ കാണുന്ന കണ്ടലൊക്കെ ഞാൻ വെച്ചതല്ല, ഇവിടെയുള്ള കാണുന്നതല്ല. പക്ഷെ ഞാനുണ്ടായത് കൊണ്ട് അത് ബാക്കി നിന്നതാണ്. കേരളത്തിലുടനീളം പുക്കൂടേട്ടൻ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കാൻ ഉത്സാഹം കാട്ടി. പലതരത്തിലുള്ള കണ്ടൽ ചെടികൾ പുക്കൂടേട്ടൻ എനിക്ക് കാണിച്ചു തന്നു. ഭ്രാന്തൻ കണ്ടൽ, നല്ല കണ്ടൽ, ചെറിയ കണ്ടൽ, കുറ്റിക്കണ്ടൽ, ഉരുണിപ്പോട്ട, നല്ല രസമുള്ള പേരുകൾ. ചതുപ്പിൽ കണ്ടൽ വിത്തുകൾ കുഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് അവ കിളിർക്കുന്നു. ചില കണ്ടൽ കായ്കൾ മാരക രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. പൊക്കൂടേട്ടൻ എനിക്ക് ഇഷ്ടൻ്റെ ആൽബങ്ങളൊക്കെ കാണിച്ചു തന്നു. കൗതുകമുള്ള ഒരുപാട് ഫോട്ടോകൾ ഈ ആൽബത്തിലുണ്ട്. ഈ കണ്ടൽ നിലങ്ങളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മീനുകളും മറ്റ് ജീവികളുമുണ്ട്. അതിൽ ചിലതിൻ്റെയൊക്കെ പേരുകൾ പൊക്കൂടേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. മിക്കതിൻ്റെയും പേരുകൾ പോസ്റ്റ്മാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കൊളവൻ, പൊത്തിറാൻ, തുന്ത, വെട്ടൻപുല്ല്, മൂങ്ങച്ചെമ്മി, പീച്ചാണി, തൊറുണ്ട, അങ്ങനെ എന്തെല്ലാം പേരുകൾ. ആൽബത്തിൽ പൊക്കൂടേട്ടൻ്റെ ചില സ്റ്റൈലും ഫോട്ടോകളുമുണ്ട്. പൊക്കൂടേട്ടൻ എഴുതിയ കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥാംശപരമായ ഒരു പുസ്തകമുണ്ട്. പൊക്കൂടേട്ടൻ എനിക്ക് ചേട്ടൻ്റെ ഗ്രാമത്തിലെ പൊക്കാളിപ്പാടങ്ങൾ കാണിച്ചു തന്നു. മണ്ണ് കൂട്ടിയിട്ട് ചതുപ്പിലെ ഒരു പ്രത്യേകതരം കൃഷിരീതിയാണ് ഇത്. ഒരു രസകരമായ കാര്യം കൂടി പറയട്ടെ. കണ്ടൽ കാടുകൾക്ക് വേണ്ടി ഇത്രയധികം നിലകൊണ്ട ഒരു മനുഷ്യന് അവാർഡുകൾ മാത്രമല്ല, ചില പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വെച്ച് പിടിപ്പിച്ച കണ്ടലുകൾ ചില സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. പൊക്കൂടേട്ടന് വധഭീഷണി പോലുമുണ്ട്. എതിർപ്പിനെ പറ്റിയാണ് ഭയങ്കര വിഷമം. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ആ കണ്ടൽ കൊത്തിയാണ്, 10,000 കണ്ടൽ കൊത്തിയ ആ ആളാണ് ഇപ്പോഴും നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ബോർഡ് നശിപ്പിക്കലും വിട്ടുമറിച്ചില്ലായിട്ട്. അത് മുമ്പെല്ലാം നമ്മുടെ ഭാര്യക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നല്ല ഉറപ്പുകൊണ്ട് ധൈര്യം ഉണ്ടായിരുന്നു.
ഇപ്പോഴേ നമ്മൾ ഒന്നാമത് ഞാനും വയസ്സായി 30 വയസ്സായില്ലേ, അപ്പോൾ തീരെ മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാത്ത ഒരു പേടി, മനസ്സിനൊരു സ്വസ്ഥയില്ലാതെ ശരീരം ക്ഷീണിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. നാട്ടിലുള്ള ചില ബിരുദന്മാർക്ക് പൊക്കുടേട്ടൻ്റെ ഈ കണ്ടൽ സ്നേഹം തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. പുലി പുല്ല് തിന്നുകയുമില്ല, ആടനെ ഒട്ട് തീറ്റിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഇടയിലെ ചില ആളുകൾ. കണ്ടൽ കാടുകൾ കൊണ്ട് ധാരാളം പ്രയോജനമുണ്ട്. പ്രകൃതിദത്തമായ വൻ മതിൽ പോലെ തീരപ്രദേശത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സുനാമി തിരകളിൽ നിന്നും കരയിടിച്ചിലിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. അതുകൂടാതെ കരയിലോട്ട് ഉപ്പിൻ്റെ അംശം അരിച്ചിറങ്ങാതെ ഒരു ജലവും ശുദ്ധജലവും തമ്മിലുള്ള അനുപാതം നിലനിർത്താൻ സഹായിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചും നാടും കാടുമൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ പോക്ക്. ഈ പോക്ക് പോയാൽ നമ്മൾ മൂടോടെ നശിക്കും. ഇത് പോസ്റ്റ്മാൻ്റെ മുന്നറിയിപ്പാണേ. എന്നാൽ മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിച്ച് ദൈവികമായ ഉണർവോടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഈ അസാധാരണക്കാരനായ മേലുല്ലാസക്കാരൻ. സത്യം എന്ന് തോന്നുന്നത് വിളിച്ചു പറയാനും ചെയ്യാനുമുള്ള ചങ്കുറപ്പ് പൊക്കൂടേട്ടന് വേണ്ട പോലെ ഉണ്ട്. ക്രിസ്തുവിനെയും ക്രിസ്തീയതയെയും ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ആളുകൂടിയാണ് പൊക്കൂടേട്ടൻ. ലോകത്ത് വിശ്വാസത്തിൽ 3 ആളെയാണ്. ഫസ്റ്റ് യേശു ക്രിസ്തുവാണ്. അവർ ആ സംഘടനാ ലെവലിൽ ഇന്നും പാവങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഓടും രജിസ്റ്റർ ഓഫീസും രേഖയും കണ്ടത് അവർ വന്നതിന് ശേഷമാണ്. മറ്റ് പുൽപ്പരിയല്ലേ, ഓല മുതലാളി കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ അവരെ നമ്മൾ മാനിക്കുന്നു. ഒരു ദളിതന് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് യാതനകൾ പൊക്കൂടേട്ടൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുമുണ്ട്. കണ്ടൽ വെട്ടിക്കളഞ്ഞതും വധഭീഷണിയുമൊക്കെ അതിൽ ചിലത് മാത്രം. സത്യമാണ് ധർമ്മം, ധർമ്മമാണ് സത്യം. ആ ഉദ്ദേശമല്ലാതെ മറ്റൊരു നമ്മളൊരു പിന്നെ മനുഷ്യകോലത്തിലോ മനുഷ്യ ദൈവത്തിനോ മറ്റുള്ളൊരു പ്രവാചകനെയോ നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് പിന്നെ ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. എൻ്റെ കരുത്താണ്. ഞാൻ ക്രിസ്ത്യാനൊന്നും അല്ലല്ലോ, ഞാൻ പൊലേനാണ്. അപ്പോൾ കണ്ണിൽ കണ്ടത് മറച്ച് വെച്ച് സ്വാർത്ഥത്തിനൊരു വാക്ക് പറയൽ ദൈവികമായിട്ടത് ശിക്ഷയാണ്. ഉള്ളത് തുറന്ന് പറയണം, ഇഷ്ടപ്പെട്ടത് പറയണം. പ്രിയപ്പെട്ട പൊക്കൂടേട്ട, പുലേനെന്നോ അധകൃതനെന്നോ ഒക്കെ പേരിട്ട് വിളിച്ചാലും പൊക്കൂടേട്ടൻ്റെ പ്രവൃത്തികൾ തീർത്തും ദൈവികവും സമൂഹത്തിന് ഗുണപ്രദവുമാണല്ലോ. ജാതിപ്പേരുകളല്ല, ദൈവിക ഗുണമുള്ള പൊക്കൂടേട്ടനെ പോലെയുള്ള മനുഷ്യരെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. മനുഷ്യനോടും ജീവജന്തുക്കളോടും തണ്ണീർത്തടത്തോടും പുഴകളോടും കുന്നിനോടും എല്ലാം ദയുണ്ടെങ്കിൽ മാത്രമേ അവർ നടന്ന പാതയിലേക്ക് കൂടി നമുക്ക് നടക്കാനോ അവർ തരുന്ന മനസ്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ. തെറ്റങ്ങ് തെറ്റ് എൻ്റെ ബുദ്ധിക്ക് തോന്നിയതല്ലേ ഞാൻ പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാന്നേ ഉള്ളൂ. എൻ്റെ ബുദ്ധിക്ക് തോന്നിയത് ഞാൻ പറയാം. നിങ്ങൾ കേൾക്കുന്ന ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളി, അത്രേ ഉള്ളൂ. എനിക്ക് പറയേണ്ടത് പറയണ്ടേ. കുറുക്കനെ പോലെ ഉദ്യോഗത്തിൽ കയറി പുലിയെപ്പോലെ ഭരിച്ച് പട്ടിയെപ്പോലെ വിരമിച്ചു പോകുന്ന ബ്യൂറോക്രാറ്റുകളും അക്കാദമിക്സിലും തിമിർക്കുന്ന ആരെങ്കിൽ വ്യവഹരിക്കാനാവാതെ പലപ്പോഴും ഒറ്റപ്പെട്ട് ഊമയെപ്പോലെ നോക്കി നിൽക്കേണ്ടി വന്ന എത്രയോ ദുരനുഭവങ്ങൾ കല്യാൺ പൊക്കടന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പോസ്റ്റ്മാൻ പൊക്കൂടേട്ടനോട് തത്കാലം യാത്ര പറഞ്ഞിറങ്ങി. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. തിരിച്ചു പോകുന്ന വഴി തണൽ മരങ്ങൾ നിഴൽ വിരിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ച എൻ്റെ ഹൃദയം കുളിർപ്പിച്ചു. പൊക്കൂടേട്ടനെ പോലെ പണ്ടെങ്ങോ ആരോ വെച്ച് പിടിപ്പിച്ചതാണ് ഈ മരങ്ങൾ. നിറയെ തണൽ വിരിച്ചു നിൽക്കുന്ന പച്ചപ്പിൻ്റെ പ്രകാശവും നന്മയുടെ തണലും.
എന്തൊരാശ്വാസം! ഈ മരങ്ങൾ വെച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പോസ്റ്റ്മാൻ്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. വിലാസങ്ങൾ തേടിയുള്ള യാത്ര. എനിക്ക് എഴുതാൻ മറക്കരുത്.